വണ്ടിപ്പെരിയാർ അരണക്കലിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് ചത്ത കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. കടുവയുടെ തലയിൽ 2 തവണ വെടിയേറ്റു. നെഞ്ചിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവും കണ്ടെത്തി. ശ്വാസകോശം തുളച്ച് മുറിവുണ്ട്. ഇര പിടിക്കുന്നതിനിടെ മൃഗത്തിന്റെ കുത്തേറ്റതാകാം എന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. അതേസമയം കടുവയുടെ കാലിനേറ്റ പരിക്ക് കുരുക്കിൽ അകപ്പെട്ടത് മൂലമെന്ന് സ്ഥിരീകരിച്ചു. കുരുക്ക് വെച്ചവരെ കണ്ടെത്താൻ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒരു ഇഞ്ചുറി അതിൻ്റെ ഹെഡിലുണ്ട്, ബുള്ളറ്റ്സ് എല്ലാം അതിനകത്ത് റിട്രീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേറെ രൂക്ഷമായിരുന്നത് അതിൻ്റെ റൈറ്റ് അബ്ഡോമിനിൽ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടൊരു പിയേഴ്സിങ് വൗണ്ടുണ്ടായിരുന്നു. അത് ഡോക്ടേഴ്സ് പറയുന്നത് അത് ഏതെങ്കിലും കോൺഫ്ലിക്റ്റ് സമയത്ത്, അതായത് ഏതെങ്കിലും കാറ്റ് ലിഫ്റ്റിങ്ങിന് ശ്രമിച്ച സമയത്ത് നാടൻ പോത്തോ അല്ലെങ്കിൽ പശു അങ്ങനെയുള്ള ഏതെങ്കിലും ഇതിൻ്റെ കൊമ്പ് കയറിയിട്ടുള്ളതാവാം. റിപ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ കൊമ്പ് കയറിയേക്കുന്നത്. അത് ശരിക്കും ലങ്സിൽ പോയിട്ടുണ്ടാകും കുത്ത്. ലങ്സ് എയറേറ്റഡ് ആണ്. അതിന് നാട്ടിലിറങ്ങി ഇര പിടിക്കുന്നതിനിടയിൽ പശു തുടങ്ങിയ മൃഗങ്ങളുടെ കൊമ്പുകൊണ്ട് കുത്തേറ്റതാകാം മുറിവിന്റെ കാരണം. ഗ്രാമ്യ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളെ കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് ജനങ്ങൾക്ക് ഭീതി വരുത്തിയിരുന്നു. കടുവയെ പിടികൂടുന്നതിനായി വനംവകുപ്പ് സർവ്വ സജ്ജമായിരുന്നെങ്കിലും കടുവ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടോടെ ഗ്രാമ്യയിൽ നിന്ന് മാറി. തിങ്കളാഴ്ച പുലർച്ചെ അരണക്കൽ എസ്റ്റേറ്റിൽ പശുവിനെയും വളർത്തുനായെയും ആക്രമിച്ച് കൊന്നു. അതിരാവിലെ വനപാലക സംഘം സ്ഥലത്തെത്തി ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണവും നടത്തി. തുടർന്ന് കടുവയെ മയക്കുവെടി വെച്ചെങ്കിലും കൊണ്ടില്ല. രണ്ടാമത്തെ മയക്കുവെടി വെച്ചോടൻ കടുവ ദൗത്യസംഘത്തെ ആക്രമിച്ചു. തുടർന്നാണ് സ്വയരക്ഷയ്ക്ക് ദൗത്യസംഘങ്ങൾ കടുവയെ വെടിവെച്ചത്. അല്ലാത്തപക്ഷം മറ്റ് ജീവഹാനികൾ സംഭവിച്ചേനെയെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേസമയം പ്രദേശത്ത് കുരുക്ക് വെച്ചവരെ കണ്ടെത്താൻ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അത് പ്രോബബ്ലി ഈ ചെറിയ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ തേയിലത്തോട്ടങ്ങളിലോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം ഇതുപോലെ ആളുകൾ കുടുക്ക് വെക്കാറുണ്ട്. അങ്ങനത്തെ ഏതൊരു കുടുക്കിലാണ് കാലുപെട്ടിരിക്കുന്നത് മനസ്സിലാകുന്നത്. അതിന് കേസെടുക്കുക. അതിന് നമ്മൾ ഓൾറെഡി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടക്കും. തേക്കടി രാജീവ് ഗാന്ധി കോംപ്ലക്സിൽ രാവിലെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയ്ക്ക് 2:00 അവസാനിച്ചത്. ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ, കുമളി.